അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഹൈക്കോടതിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയും ഈ ആവശ്യം നിരാകരിച്ചതെന്നതാണ്. കുടുംബം സാധ്യമായ എല്ലാ വഴികളും തേടിയിരുന്നു. ഇതിപ്പോൾ സർക്കാർ ശുപാർശ കൊണ്ട് മാത്രമേ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് CBI ആണ്. ഇതിന്റെ സാധ്യത എത്രമാത്രമാണ്? ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്ന 1946 ഒരു നിയമമുണ്ട്. ആ നിയമത്തില് സെക്ഷൻ 6 അനുസരിച്ചാണ് ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളിൽ സ്റ്റേറ്റിന് കൺസെന്റ് കൊടുക്കുക എന്ന് പറയും. അതായത് എല്ലാ സ്റ്റേറ്റുകളും ഒരു ജനറൽ കൺസെന്റ്, ഞങ്ങളുടെ ഏത് കേസിലും സെൻട്രൽ ബ്യൂറോ അന്വേഷിക്കാം എന്നുള്ളൊരു കൺസെന്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ അതിന് പിന്നെ പ്രത്യേകിച്ച് ഓരോ പ്രാവശ്യവും കേസുകൾ വരുമ്പോൾ അതിൻ്റെ സമ്മതിയുടെ ആവശ്യമില്ല. നേരത്തെ കൺസെന്റ് കൊടുത്തിരുന്നതാണ്. പക്ഷെ കേരളമൊക്കെ അത് വിഡ്രോ ചെയ്തു. പല സ്റ്റേറ്റുകളും ഈ ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഏതെങ്കിലും ഒരു കേസ് CBI ഏൽപ്പിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ, സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ അതില് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് പ്രത്യേകമായിട്ട് ഈ കേസ് CBI അന്വേഷണം ഏറ്റെടുക്കണം എന്ന് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ CBI അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് നിരസിക്കാൻ ഒരു സാധുതയില്ല, നിരസിക്കാനുള്ള ഒരു വകുപ്പില്ല. പിന്നെ ഹൈക്കോടതിയിൽ പോയത്, അതായത് സ്റ്റേറ്റ് കൺസെന്റ് കൊടുക്കാത്ത കേസുകളിൽ വിക്ടിമിന് അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള വകുപ്പുണ്ട്. അപ്പൊ ഹൈക്കോടതിയിൽ പോയിരുന്നു നേരത്തെ. ഹൈക്കോടതി അത് ആ ഒരു സ്റ്റേജിൽ നിരസിച്ചിരുന്നു. ഹൈക്കോടതി നിരസിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതിയും അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതുകൊണ്ടൊന്നും സംസ്ഥാന ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ CBI എൻക്വയറി ആവശ്യപ്പെടാനുള്ള അധികാരം ഇല്ലാതാകുന്നില്ല. അപ്പം ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ ഓർഡർ യാതൊരു രീതിയിലും സംസ്ഥാന ഗവൺമെന്റിന് ഒരു തടസ്സമേ അല്ല. സംസ്ഥാന ഗവൺമെന്റിന് ഇന്ന് തീരുമാനിക്കുകയാണ് CBI ഇത് ഏറ്റെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ CBI അത് അന്വേഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഹൈക്കോടതി സുപ്രീം കോടതി വിധികളൊന്നും അതിന് തടസ്സമല്ല. അതാണ് അതിന്റെ നിയമവശം. പിന്നെ ഇത് വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പുതുതായിട്ടൊരു കാര്യം കണ്ടെത്തുകയാണെങ്കിൽ ഏത് സ്റ്റേജിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരമുണ്ട്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് ഏത് സ്റ്റേജിലും അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ കോമൺ സെൻസ് ആയിട്ടാണെങ്കിലും ഒരു സുപ്രീം കോടതി ഒരു വിധി, ഏതെങ്കിലും ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തന്ന ഒരു കേസിൽ പോലും പുതുതായിട്ടൊരു തെളിവ് വരികയോ എന്തെങ്കിലും പുതിയൊരു സാഹചര്യം ഉരുത്തിരിക്കുകയോ ചെയ്യണമെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ജനറലായിട്ട് ക്രിമിനൽ കേസുകളിൽ. അപ്പൊ അതും ഇവിടെ ബാധകമാണ്. കാരണം ഇന്ന് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ നവീൻ ബാബുവിന്റെ കുടുംബം വന്ന് പറഞ്ഞതിലെ ചില പുതിയ വസ്തുതകൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും ഒരു കാരണമാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് CBI അന്വേഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ശരി, അപ്പോൾ സംസ്ഥാന സർക്കാർ ആ തീരുമാനമെടുത്തിരിക്കുകയാണ്. നിർണായക തീരുമാനം. നവീൻ ബാബു മരിച്ച് 1 വർഷവും 7 മാസവും പിന്നിടുമ്പോഴാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. പല തവണ കുടുംബം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതിൽ ഉത്തരവായി അത് അടുത്ത ദിവസം പുറത്തിറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. അപ്പോൾ CBIക്ക് വരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നതാണ് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നു, താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രാജേഷ് ചിറപ്പാട്, ഒരു ഇടത് അനുഭാവമുള്ള കുടുംബമായിരുന്നു. അതിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു അവർ ആദ്യഘട്ടങ്ങളിലൊക്കെയും നിന്നത്. അവരുടെ പ്രതികരണം പോലും അത്രമാത്രം പരിമിതമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ പോലും അവർ ആ രീതിയിൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് സമീപനം. ഞാൻ ഇന്നും ഈ ചർച്ചയുടെ ഭാഗമാകാൻ കുടുംബത്തിലെ പലരെയും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമ ചർച്ചകൾക്കോ അങ്ങനെയുള്ള സമീപനമൊന്നും ഒരു കാലത്തും അവർ സ്വീകരിച്ചിരുന്നില്ല. അവർക്ക് ആദ്യഘട്ടത്തിൽ വിശ്വാസമായിരുന്നു. പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വന്നു. അത് അവർ ചൂണ്ടിക്കാട്ടി. അത് അധികൃതരെയാണ് ചൂണ്ടിക്കാട്ടിയത്. CBI അന്വേഷണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ആ ഘട്ടങ്ങളിലൊന്നും ആ കുടുംബത്തിനോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ CBI അന്വേഷണ നീക്കം പുതിയ സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് ആരോപിക്കുക കൂടി ചെയ്യുന്നു. അതെന്ത് നിലപാടാണ്? കുടുംബത്തോടൊപ്പം നിന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ആ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. അവരുടെ ദുഃഖത്തിലും വേദനയിലും ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു.
അപ്പോൾ ആ മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി CBI അന്വേഷണം ആവശ്യമുണ്ട്. ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലയിൽ ആ കുടുംബത്തിൽ നിന്ന് പരാതികൾ ഉയർന്നു വരികയും അതിൻ്റെ ഭാഗമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടത് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വിഷയത്തിൽ പോലീസിന് വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തൃപ്തികരം. ഇതിൻ്റെ രാഷ്ട്രീയമായ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പം സഖാവ് കണ്ണൂർ ജില്ലാ CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സമന്നതനായ നേതാവ് സഖാവ് MV ജയരാജനും മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ തന്നെ അത് വളരെ കൃത്യമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അവർ സംസാരിച്ചത്. ആ കാര്യത്തിൽ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പം സഖാവ് KK രാഗേഷ് ചോദിച്ച വളരെ കൃത്യമായൊരു ചോദ്യമാണ്, വളരെ കൃത്യമാണത്. ഇവിടെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ മറ്റ് ക്രൈംബ്രാഞ്ച് പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഈ അന്വേഷണ ഏജൻസികളിലൊന്നും വിശ്വാസമില്ലാതെ CBIയിലേക്ക് പോകുന്നു, കേസ് വിടുന്നു. CBI കേസ് ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. അതിപ്പം നമുക്ക് അറിയില്ല. എനിക്കതിൻ്റെ ആഴത്തിലുള്ള നിയമവശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഹൈക്കോടതിയും സുപ്രീം കോടതി ഇപ്പം നേരത്തെ ബഹുമാന്യായ അഡ്വക്കേറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കം ഈ CBI അന്വേഷിക്കേണ്ടതില്ല, കേരളത്തിലുള്ള ഏജൻസികൾ ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം. അപ്പം ഇത് CBIയിലേക്ക് ഈ കേസ് വിടുക. അപ്പം നിലവിലുള്ള മറ്റ് ഏജൻസികളെ, കേരളത്തിൽ പോലീസ് മാത്രമല്ല പലതരത്തിലുള്ള ഏജൻസികളുണ്ട്, അപ്പം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള, അപ്പം ഇങ്ങനെയുള്ള ഏജൻസികളെയൊന്നും വിശ്വാസമില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പം അത് ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന് രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പിന്നെ UDF എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായി ഇതിനകത്ത് മുതലെടുപ്പുകളുണ്ടാക്കുക. ഇപ്പോൾ CBIനെ ഇപ്പം EDയുടെ വരവൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ED എങ്ങനെയാണ്, എന്തിനാണ് രാജേഷ് ചിറപ്പാട് അതിലേക്കൊക്കെ ഇതിനെ വലിച്ചു കെട്ടുന്നത്? നോക്കൂ, ഈ കുടുംബത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതവർ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല, അവരുടെ ഏതെങ്കിലും വൈകാരികമായ ഒരു പ്രതികരണമല്ല. അവർ 30-ലധികം വീഴ്ചകൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്ക് സംശയങ്ങളുണ്ട്, അതിൽ മറുപടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അക്കാര്യങ്ങളിൽ പുനരന്വേഷണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നതല്ല. അല്ല, ഇതിൻ്റെ അത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. അല്ല, CBI അന്വേഷണം ഏത് ഏജൻസികളുണ്ട് അന്വേഷിക്കണമെന്നൊക്കെ ആർക്കും ആവശ്യപ്പെടാം. അപ്പോൾ അവർക്ക് ഈ അന്വേഷണം തൃപ്തികരമല്ലെന്നൊക്കെ പറയാം. അതിലൊന്നും നമ്മൾ ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ രീതിയിൽ ഇടപെടേണ്ടി വരുന്നത്. അല്ലാതെ ആ കുടുംബത്തോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന സഖാവ് അല്ലെങ്കിൽ പിന്നെ PP ദിവ്യയാണ് ഇതിൻ്റെ അകത്ത് ഏക പ്രതിയായിട്ട് വരുന്നിരിക്കുന്നത്. അവരേതെങ്കിലും തരത്തിലൊരു ആത്മഹത്യ പ്രേരണാ കുറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതായിട്ട് എനിക്കറിയാൻ മേല. അപ്പോൾ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് പരിധി വരെ അത് പോകും? ഒരുപക്ഷെ അത് ഗുണകരമായിട്ട് വരാനാണ് ഒരുപക്ഷെ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഗുണകരമായിട്ട് ഒരു ഗുണകരമായിട്ട്, അതെ, PP ദിവ്യയ്ക്ക് ഗുണകരമായിട്ട് വരും താങ്കൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.